ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്ന സന്തോഷങ്ങൾ, സന്തോഷകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, Ace of Wands, Two of Cups, Queen of Pentacles, Six of Cups, the World, Knight of Cups, the Hanged Man, the Shadow Side, the Fool, Five of Cups, Five of Wands, രണ്ട് cards ഉണ്ട്. Five of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തികമൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ എന്താണ്? ഡെത്താണ് വന്നിരിക്കുന്നത്. കാരണം റീബർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അനുഭവിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മാറ്റം വരികയാണ്. ഇതുവരെ അനുഭവിച്ചത് മതിയായി. അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വരികയാണ്. പാസ്റ്റ് ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല ചേഞ്ചാണ് വരാൻ പോകുന്നത്. ജീവിതത്തിന് തന്നെ നല്ല മാറ്റം വരുന്നുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ട് കാണുന്നു. കാരണം അടുത്തതായിട്ട് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ പോകുന്നു. ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു. അതിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നു. അതിലേക്ക് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും പലരും വിട്ടുപോയിട്ടുണ്ടാവാം. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട പലരും വിട്ടുപോയിട്ടുണ്ട്. പലരും എന്നാൽ ചിലപ്പോൾ ആരെങ്കിലും പ്രിയപ്പെട്ട ഒരാൾ വിട്ടുപോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാരും നിങ്ങളെ വിട്ട്
പോയിട്ടുണ്ടാവാം. ഒന്നുകിൽ അവർ മരണത്തിലേക്ക് പോയിട്ടുണ്ടാകാം, അല്ല എങ്കിൽ തൽക്കാലത്തേക്ക് ജീവിതത്തിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടി മാറിയിരിക്കാം. കാരണം എന്തെങ്കിലും ചിലപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ അതിലേക്ക് കണക്റ്റായിട്ട് പോകുന്നവർ ഉണ്ടാവാം. അല്ല എങ്കിൽ ചിലപ്പോൾ അമ്മയിൽ നിന്നും മക്കൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, സഹോദരങ്ങൾ. ഏത് വിധത്തിലായാലും ചിലപ്പോൾ വേർപിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അവർ ഇത് മേജർ അർക്കാന കാർഡാണ്. അങ്ങനെ തൽക്കാലത്തേക്ക് പിരിഞ്ഞു പോയിട്ടുള്ളവർ എന്തായാലും തിരികെ വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. 6 ഓഫ് കപ്സ് ആണ് തൊട്ട് താഴെ വന്നിരിക്കുന്നത്. കാരണം പഴയ സ്നേഹത്തിലും ഉപരിയായിട്ട് നിങ്ങളിലേക്ക് സ്നേഹം കൂടി പിന്നീട് അടുത്തുകൂടി വരുന്ന എനർജിയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ കാണുന്നത് അങ്ങനെയാണ്. കാരണം നിഷ്കളങ്കമായ സ്നേഹമാണ്, സ്നേഹമുള്ളവരാണ് നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയത്. ആ ഒരു സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം മനപ്രയാസം അല്ലെങ്കിൽ ഇത്രമാത്രം വിഷമം അനുഭവിക്കാൻ ഉള്ള അവസ്ഥ വന്നത് തന്നെ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. പ്യുവറായിട്ട് സിൻസിയറായി നിഷ്കളങ്കമായി ഒക്കെ സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് കാണുന്നു. ഒരുപാട് പേരും അങ്ങനെയാണ്. പിന്നെ വിട്ടുപിരിഞ്ഞ് മരണത്തിലേക്ക് പോയവർക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നാലും അവരുടെ ഓർമ്മകൾ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പിന്നീട് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ സാമ്പത്തികപരമായ ഒരു ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ടും അല്ല എങ്കിൽ നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ എനർജി വരുന്നതായിട്ടും വെൽത്ത് ധനപരമായി നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നതായിട്ടും കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. ഏത് കാര്യത്തിലോ നിങ്ങളൊരു തുടക്കം ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തിൻ്റെയെങ്കിലും ചിലപ്പോൾ മണി ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളിലാവാം. അതിനുവേണ്ടി തന്നെയാണ് പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്നത്, മണി ഏൺ ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും അതിനുള്ള കമ്പ് നിങ്ങൾ നട്ടിയിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു. അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഡെത്ത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റമാണ് വരാൻ തുടങ്ങുന്നത്. ഒരു മാറ്റമെന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റമുണ്ടാകാം. നിങ്ങളുടെ ജീവിത സ്റ്റൈലിൽ മാറ്റമുണ്ടാകാം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതശൈലി മാറുന്നു. ജീവിതശൈലി മാറുന്നത് എങ്ങനെയാണ്? പല സാമ്പത്തികപരമായിട്ടും അല്ല എങ്കിൽ സ്നേഹത്തിലൂടെയാവാം. ഇതുവരെയും കിട്ടാതിരുന്ന സ്നേഹം കിട്ടി നിങ്ങൾക്കൊരു പുതിയ ലൈഫ് വരുന്നതാവാം. അവിടെ നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതും കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്നു. പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്ന നല്ല ചില സന്തോഷകരമായ എനർജിയാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്നേഹത്തിൽ ഇവിടെ കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള ഒരു ലൈഫ് കാത്തിരിക്കുന്നവർ, ആരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് വ്യക്തിയാണോ നിങ്ങളിലേക്ക് വരാനുള്ളത്, അല്ല ചിലപ്പോൾ ജോലി സ്ഥലത്താവാം, ഇപ്പോൾ ഏതെങ്കിലും പാർട്ട്ണർ അല്ല എങ്കിൽ ലവറായിരിക്കാം. ഇവിടെ നിങ്ങൾ അകന്നിരിക്കുന്നവർ ആരാണോ അവർ നിങ്ങളിലേക്ക് ഒന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അവരുമായിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ഒരു ലൈഫ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലർക്ക് മാര്യേജ് നടക്കുന്നതായിട്ടും ചിലർക്ക് എൻഗേജ്മെൻറ്റ് നടക്കുന്നതായിട്ടും ഒക്കെയും അല്ല എങ്കിൽ പുതിയ പ്രണയം തുടങ്ങുന്നതായിട്ടും ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട്. അത്രമാത്രം വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന നല്ല ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങോട് കൂടിയ ഒരു റിലേഷൻഷിപ്പാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ബിസിനസ് സംബന്ധപരമായ ചില കാര്യങ്ങളിലേക്ക് തുടക്കമിട്ട് കഴിഞ്ഞല്ലോ. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾക്കും ആഗ്രഹിച്ച കാര്യം ഉണ്ടാവാം. ചിലപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സാമ്പത്തിക മണി ഏൺ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ടാവാം. അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ പിന്നീട് 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് പേർ നിങ്ങളോട് അടുത്തുകൂടുന്ന എനർജി ഉണ്ട്. എന്തായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുമ്പോൾ പലരും നിങ്ങളിലേക്ക് അടുത്തുകൂടുന്ന എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് അടുത്തുകൂടുന്നുണ്ട്.
അത്രമാത്രം നല്ല സ്നേഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വേൾഡാണ്. പലരും വിദേശത്ത് പോകാനും മണി ഏൺ ചെയ്യാനുമുള്ള സാധ്യതയാണ്. വിദേശത്ത് പോകാൻ നോക്കിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിദേശത്തുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന എനർജി, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോവുക, ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോവുക, പോയിട്ട് എന്താണോ നിങ്ങളുടെ ഉദ്ദേശം, ഏത് ലക്ഷ്യത്തെയാണോ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്, അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ്. അവിടെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നതായിട്ടും ഇവിടെ നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഹൃദയപരമായ ഇമോഷൻസ്, സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരുപാട് സിമ്പതി കാണിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്ന, അവരിലേക്ക് വേണ്ട ഹെൽപ്പ് എത്തിച്ചു കൊടുക്കുന്നതായിട്ടുള്ള എനർജിയും ഇവിടെയുണ്ട്. പലരും ഇവിടെ തല കീഴായി നിൽക്കുന്ന എനർജിയുണ്ട്. കാരണം ഒരുപാട് ബുദ്ധിയും ഒരുപാട് ദൈവാനുഗ്രഹമുള്ള നല്ല വ്യക്തികളാണ്, സൗന്ദര്യമുള്ള വ്യക്തികൾ. നിങ്ങൾ ഓരോരുത്തരും കാണാൻ നല്ല ഹാൻസം ആണ്, അല്ലെങ്കിൽ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എന്തായാലും ശരി, ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഇവിടെ നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നുണ്ട്. ഇവിടെ ഷാഡോ സൈഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിന് ദുഃഖം ഏറ്റിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടാകാം. അവിടെ നിന്ന് നിങ്ങൾ അതിനെ ഓവർകം ചെയ്തു വരികയാണ് ചെയ്യുന്നത്. കാരണം അതിനെ ഓവർകം ചെയ്തു വരുന്നു. കാരണം ഇവിടെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ, ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നു. ഇവിടെ നല്ലൊരു മാറ്റം, പുതിയൊരു ലൈഫിലേക്ക് വരുന്നു. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് എന്താണ്? ഇവിടെ വന്നിരിക്കുന്നത് ഡെത്ത് ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് മാറ്റം വരികയാണ്, പുതിയൊരു ലൈഫ് വരികയാണ്, പുതിയൊരു ചേഞ്ച് വരികയാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഫൂളാണ് വന്നിരിക്കുന്നത്, ലൈഫിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മോശകരമായ പല അവസ്ഥകളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങുന്നു. അങ്ങനെ മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ്? സ്പിരിച്വൽ വർക്ക് ചെയ്തുകൊണ്ട്, ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്ത് ദൈവത്തോട് കൂടുതൽ എടുത്തിട്ടാണ് നിങ്ങൾ വരാൻ തുടങ്ങുന്നത്. അവിടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ തുടക്കം വരാൻ തുടങ്ങുന്നു. ആ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു സുപ്രഭാതം, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.